ചലഞ്ച് ഇളം നന്നായിട്ട് കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ പാനി പൊട്ടറ്റോ മിക്സ് റെഡിയാക്കി എടുക്കാം. അതിനായി റെഡി ആയിട്ടുണ്ട് മുളക് പൊടി. ടേസ്റ്റി ആയിട്ടുള്ള പാനിപ്പൂരി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയനിറഞ്ഞ സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു നോർത്ത് ഇന്ത്യൻ ഫുഡായ പാനിപ്പൂരിയുടെ റെസിപ്പി ആയിട്ടാണ്. പാനിപ്പൂരി എന്ന് പറയുമ്പോൾ അത് ഒറ്റവാൽ കഴിക്കുക എന്നുള്ളത് ശരിക്കും ഒരു ചലഞ്ചാണ് കേട്ടോ. അപ്പോൾ ഒട്ടും വൈകാതെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പാനിപ്പൂരി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. പാനിപ്പൂരി ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം തന്നെ നമുക്ക് പൂരി റെഡിയാക്കി എടുക്കാം. അതിനായി 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ, 3 ടേബിൾ സ്പൂൺ ഓയിൽ, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇളം ചൂടുള്ള വെള്ളം വേണം എടുക്കാനായിട്ട്. ഇത് 10 മിനിറ്റെങ്കിലും നന്നായിട്ട് കുഴച്ചെടുക്കണം, എന്നാലാണ് നല്ല സോഫ്റ്റ് ആയിട്ട് വരുള്ളൂ. 10 മിനിറ്റ് മാവ് നന്നായിട്ട് കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അതായത് തൊടുമ്പോൾ ഇതുപോലെ ഞെങ്ങി പോകുന്നൊരു പരുവം, അത്രയും മതി. ഒരുപാട് അങ്ങോട്ട് സോഫ്റ്റ് ആകേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിത് അരമണിക്കൂർ നനഞ്ഞ തുണി വെച്ച് കവർ ചെയ്ത് വെക്കണം. റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മാവ് ഒന്ന് കുഴച്ചു കൊടുക്കുക. ഈ സമയത്ത് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ഒരല്പം ചേർത്ത് കൊടുക്കുക. കയ്യിൽ കുറച്ച് വെള്ളം തടവി ഞാനിത് ഒന്നുകൂടി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ ആകെ 1/4 കപ്പ് വെള്ളമാണ് ചേർത്തത്. അതിൻ്റെ അളവ് നമ്മൾ എടുക്കുന്ന റവയ്ക്കനുസരിച്ച് വ്യത്യാസം വരാം. ഇനി നമുക്കിത് പരത്തിയെടുക്കാനായിട്ട് തുടങ്ങാം. ഞാനിപ്പോൾ ഇത് 4 ഉരുളകളായിട്ട് ഉരുട്ടി വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മൾ പരത്തിയെടുക്കാൻ പോകുന്ന ചപ്പാത്തി പലകയിൽ കുറച്ച് വെളിച്ചെണ്ണ തടവി കൊടുക്കാം. മാവ് ഇതിൽ ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മൾ ഉരുട്ടിയെടുത്ത് വെച്ചിരിക്കുന്ന ഉരുള ഇതിൽ വെച്ച് പരത്തിയെടുക്കുക. മാക്സിമം തിന്നായിട്ട് പരത്താൻ നോക്കണം. ഇവിടെ പരത്തി വെച്ചിട്ടുണ്ട്. ഈ ഒരു തിക്നെസ്സിലാണ് പരത്തിയെടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിനെ ഒരു കട്ടർ വെച്ചിട്ട് സർക്കിൾ ഷേപ്പായിട്ട് കട്ട് ചെയ്തെടുക്കണം. ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. കുക്കീസ് കട്ടറും യൂസ് ചെയ്യുക കേട്ടോ. ഇതവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ജസ്റ്റ് ഒന്ന് വിടിയിച്ചെടുക്കാം. ഇതവിടെ നമുക്ക് 7 പൂരി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കി എല്ലാ ഉരുളയും പരത്തിയിട്ട് ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഈ ഒരു തിക്നെസ്സിലാണുള്ളത്. ഇനി നമുക്ക് ഇതിനൊരു നനഞ്ഞ തുണിയിലേക്ക് മാറ്റണം. ബാക്കി പരത്തുമ്പോഴേക്കും അല്ലെങ്കിൽ ഇത് ഡ്രൈ ആയി പോവും. എല്ലാം നമ്മൾ ഒരുമിച്ചാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. പൂരിയെല്ലാം നമ്മളിവിടെ പരത്തിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാനായി തുടങ്ങാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് പൂരി ഇട്ട് കൊടുക്കാം. എണ്ണ നന്നായി ചൂടായിട്ട് ഇടാൻ പാടുള്ളൂ. അതിനുശേഷം നമ്മളിത് മീഡിയം ചൂടിൽ വെക്കണം. കണ്ടോ, പൂരി നന്നായിട്ട് പൊങ്ങി വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. നമ്മളിതവിടെ 3 ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഈ സമയത്ത് തീ മീഡിയത്തിൽ ഇടണം. ഇത് നല്ല ക്രിസ്പിയായി കളറൊക്കെ മാറി നല്ല ഗോൾഡൻ കളറായി വരണം. പൂരി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോൾ നമുക്കിതിനെ കോരി മാറ്റാം. പൂരി ഇട്ട് കൊടുത്തതിന് ശേഷം പെട്ടെന്ന് പൊങ്ങി വരാനേ ജസ്റ്റ് ഇതൊന്ന് തവ വെച്ചൊന്ന് അമർത്തി കൊടുത്താൽ മതി വെളിച്ചെണ്ണയിൽ. അപ്പോൾ ഇത് നന്നായിട്ട് പൊങ്ങി വന്നോളൂ. നമ്മളിത് ഇവിടെ ഫ്രൈ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് 2-3 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എണ്ണ നന്നായി ചൂടായി വന്നതിന് ശേഷം മാത്രമേ പൂരി അതിലേക്ക് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. അതിനുശേഷം തവ വെച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് നന്നായിട്ട് പൊങ്ങി വരും. അതിനുശേഷം തീ മീഡിയം ഫ്ലെയിമിലിട്ട് ഇത് നന്നായിട്ട് ക്രിസ്പി ആവുന്ന വരെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം. ഇവിടെ കണ്ടില്ലേ, പൂരി നല്ല ക്രിസ്പിയാണ്, നല്ല ക്രിസ്പി ആയിട്ടായിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പരുവാണ് വേണ്ടത്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പാനി റെഡിയാക്കി എടുക്കാം. ആദ്യം തന്നെ നമുക്ക് സ്പൈസി ആയിട്ടുള്ള പാനി റെഡിയാക്കി എടുക്കാം. അതിനായി 1/2 കപ്പ് മല്ലിയില ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/4 കപ്പ് പുതിനയില, 3 പച്ചമുളക്, ഒരു ചെറിയ പീസ് ഇഞ്ചി, ലെമൺ ജ്യൂസ്, ആവശ്യത്തിന് ഉപ്പ്, 1/4 ടീസ്പൂൺ ജീരകപ്പൊടി, 1/4 ടീസ്പൂൺ ചാറ്റ് മസാല, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ പഞ്ചസാര. ഇതിൽ ഒരല്പം വെള്ളം കൂടി ചേർത്ത് നല്ല പേസ്റ്റ് പോലെ ഇത് നമുക്കൊന്ന് അരച്ചെടുക്കണം.
നമ്മളിതാ ഇവിടെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സ്പൈസി പാനി ഇത് അവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൽ ഞാൻ കുറച്ച് ബൂന്തി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബൂന്തിയുടെ റെസിപ്പി നമ്മുടെ മിക്സ്ചറിൻ്റെ വീഡിയോയിലുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള പൊട്ടറ്റോ മിക്സ് റെഡിയാക്കി എടുക്കാം. അതിനായി വേവിച്ച് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ആണിത്. ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. പൊട്ടറ്റോ നന്നായിട്ട് ഉടച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. വേവിച്ച് വെച്ചിരിക്കുന്ന കടല കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് മല്ലിയില, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ജീരകം പൊടി, 1/2 ടീസ്പൂൺ ചാറ്റ് മസാല, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ലെമൺ ജ്യൂസ് കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ പൊട്ടറ്റോ മിക്സ് ഇത് അവിടെ റെഡി ആയിട്ടുണ്ട്. സ്വീറ്റ് ആൻഡ് സോർ പാനി ഉണ്ടാക്കാനേ തുടങ്ങാം. അതിനായി ഒരു പാനിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക. 1/2 കപ്പ് പുളിവെള്ളമാണ്. ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി അരമണിക്കൂർ ചൂടുവെള്ളത്തിൽ കുതിർത്തി അതിൻ്റെ വെള്ളം അരിച്ചെടുത്തതാണ്. ഇതിലേക്ക് 6 ഡേറ്റ്സ് കൂടെ ചേർക്കുന്നുണ്ട്. 1/2 കപ്പ് ശർക്കര ചിരകിയത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ജീരകപ്പൊടി. ഇതിലേക്ക് അല്പം ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്കിത് സ്റ്റൗ ഓൺ ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഈ ഡേറ്റ്സ് ഒക്കെ നന്നായിട്ട് വെന്ത് കിട്ടണം. ഡേറ്റ്സ് ഒക്കെ നന്നായിട്ട് ഇതാ വെന്ത് വന്നിട്ടുണ്ട്. ഞാനിതൊരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുത്തിരുന്നു. ഇത് ഒന്നുകൂടി ഒന്ന് കട്ട് ചെയ്യട്ടെ. അതിനുശേഷം നമുക്ക് ഇതിന് തീ ഓഫ് ചെയ്യാം. ഇതാ ഇവിടെ കട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിൻ്റെ ചൂടാറിയതിന് ശേഷം നമുക്കിത് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നമ്മൾ റെഡിയാക്കി കുറുക്കി വെച്ചിരുന്ന ഡേറ്റ്സ് ടാമറിൻഡ് പാനി ഞാൻ ദാ ഇവിടെ മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചിട്ടില്ല. ജസ്റ്റ് ഒന്ന് റിവേഴ്സ് ബട്ടൺ വെച്ച് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതേ ഉള്ളൂ. ഈ ഒരു പരുവത്തിലേക്കാണ് അരച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ പൂരിയും പാനിയും ദാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതാ ഇതുപോലെ സെറ്റ് ചെയ്യാം. അപ്പോൾ വളരെ ക്രിസ്പി ആയിട്ടുള്ള അതേസമയം ടേസ്റ്റി ആയിട്ടുള്ള പാനിപൂരി എങ്ങനെ തയ്യാറാക്കാമെന്ന് കണ്ടല്ലോ. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും ഒപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. മറ്റൊരു കിടിലൻ വീഡിയോയുമായി ഞങ്ങൾ വരുന്നതുവരെ എല്ലാവർക്കും ബൈ.